പലതരക്കാരായ കുട്ടികൾക്ക് ഒരേ രീതിയിലുള്ള ഒരു റിലാക്സേഷൻ കൊടുക്കുന്നു എന്നതാണ് ഈ പദ്ധതിയുടെ ഒരു അഡ്വാൻറ്റേജായി നമ്മൾ കാണേണ്ടത്. ഇവിടെ നേരത്തെ സൂംബയെക്കുറിച്ച് സൂചിപ്പിച്ചതുപോലെ വാമപ്പിന് ഒരു സ്ലോ ബീറ്റിൽ തുടങ്ങി. അപ്പോൾ കുട്ടികൾ വന്ന് അതിൽ നിന്ന് അവരുടെ ഒരു ടോട്ടലായിട്ടുള്ള ഒരു മൈൻഡ് സെറ്റ് തന്നെ ചേഞ്ച് ആവുകയാണ്. ശാരീരികമായുള്ളൊരു വ്യായാമം എന്നതിനപ്പുറം അവർക്ക് മാനസികമായി കിട്ടുന്ന ഒരു ചേഞ്ച് എന്താണ് അതുകൂടി നമ്മൾ നോക്കണമല്ലോ. ഈ സംഘർഷത്തിൽ തന്നെ അല്ലെങ്കിൽ ഈ സമ്മർദ്ദത്തിൽ തന്നെ തിരിച്ച് വീട്ടിലേക്ക് പോയി അതിൻ്റെ ഒരു തുടർച്ചയായിരിക്കുമല്ലോ വീട്ടിൽ അല്ലെങ്കിൽ ട്യൂഷൻ ക്ലാസ്സിൽ കിട്ടുന്നത്. അപ്പോൾ അതിനിടയിൽ അവർക്കൊരു ബ്രേക്കാണ് യഥാർത്ഥത്തിൽ. ഇത് അവർക്ക് കിട്ടുന്ന ഒരു ഇടവേളയാണ്. ഭക്ഷണം കഴിക്കാനുള്ള ഇടവേള എന്നുള്ളതിനപ്പുറം അതിനേക്കാൾ കൂടുതലായി അവർക്ക് സന്തോഷിക്കാൻ കിട്ടുന്ന ഒരു ഇടവേളയാണ്. അപ്പോൾ ആ സന്തോഷം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടേ? അതാണ് ഈ എതിർക്കുന്നവരോട് എനിക്ക് ചോദിക്കാനുള്ളത്. കുഞ്ഞുങ്ങളുടെ സന്തോഷം നശിപ്പിച്ചുകൊണ്ട് കുഞ്ഞുങ്ങൾക്ക് ഈ സന്തോഷം പാടില്ല, ഞങ്ങൾ എഴുതി തയ്യാറാക്കി വെച്ചിരിക്കുന്ന മതനിയമങ്ങൾ അനുസരിച്ച് കൊണ്ടുള്ള സന്തോഷം, ആ മതനിയമങ്ങളിൽ എവിടെയാണ് കുട്ടികൾക്ക് സന്തോഷിക്കാനുള്ള ഒരു സ്പേസ് അവരിട്ടിരിക്കുന്നത്? ഈ മതപണ്ഡിതർ പറയട്ടെ, ഞാൻ സമ്മതിക്കാം, നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് പെൺകുട്ടികൾക്ക് ഒക്കെ സന്തോഷിക്കാനായി നിങ്ങൾ എന്താണ് വെച്ചിരിക്കുന്ന ഒരു വിനോദോപാധി, അല്ലെങ്കിൽ അവരുടെ ഡോപ്പമിൻ ലെവൽസ് കൂടുന്ന തരത്തിലുള്ള എന്ത് ഉപാധിയാണ് നിയമങ്ങളിൽ നിങ്ങൾ എഴുതി വെച്ചിരിക്കുന്നത്? അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഈ കുഞ്ഞുങ്ങളെ ഇങ്ങനെ അടച്ച് ഇരുട്ടിലാക്കി വളർത്തുക, അല്ലെങ്കിൽ ഞങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ചട്ടക്കൂടുകളിൽ മാത്രം അവർ മുന്നോട്ടേക്ക് പോകണം, ഈ പുതിയ കാലത്തും അവർക്കൊപ്പമുള്ള മറ്റു കുട്ടികൾ മുന്നോട്ടേക്ക് പോകുമ്പോൾ ഞങ്ങൾ പറയുന്നതിനനുസരിച്ച് ഈ ചട്ടക്കൂടിലൂടെ ഈ വേലിക്കുള്ളിലൂടെ നടന്നാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് അവരെ റെസ്ട്രിക്റ്റ് ചെയ്യുന്നത് ശരിയല്ല. അത് അവരോട് കാണിക്കുന്ന നീതികേടാണ്.